ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ ക്ലാസ് 6 ഇംഗ്ലീഷിലെ തേർഡ് യൂണിറ്റ് ആയ എംബ്രൈസിംഗ് ഡിഫറൻസസിലെ ആകർഷകമായ ലെസൺ 6 ഡോട്ട്സ് സെക്കൻഡ് പാർട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്. കണ്ണു കാണാത്ത ലൂയിസ് തന്റെ ചെവികൾക്ക് പ്രത്യേക പരിശീലനം നൽകി എല്ലാവിധ ശബ്ദങ്ങളും തിരിച്ചറിയാൻ പഠിച്ചു. അവൻ എല്ലാ ദിവസവും വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ നടക്കുകയും പിന്നെ അവന്റെ പപ്പയുടെ കടയിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. ഇനി ഈ കഥയിൽ എന്താണ് സംഭവിക്കുന്നത്? 6 dots part 2. Let's go. Yes, my brother, എന്റെ സഹോദരൻ, അതായത് ലൂയിസിന്റെ സഹോദരൻ, ടോട്ട് പഠിപ്പിച്ചു, നീ എന്നെ, ടു വിസിൽ, വിസിൽ എന്നാൽ ചൂളം വിളിക്കുക. എന്റെ സഹോദരൻ എന്നെ ചൂളം വിളിക്കാൻ പഠിപ്പിച്ചു. അത് ലൂയിസിന് എങ്ങനെ പ്രയോജനമായി എന്ന് നോക്കൂ. ആൻഡ് വെൻ, അപ്പോൾ, ദ സൗണ്ട്, ആ ശബ്ദം, അതായത് ആ ചൂളം വിളി ശബ്ദം, എക്കോയിഡ് ബാക്ക്, എക്കോ എന്നാൽ പ്രതിധ്വനിക്കുക, എക്കോയിഡ് ബാക്ക് എന്നാൽ തിരികെ പ്രതിധ്വനിച്ചു അഥവാ തിരിച്ചു വന്നു. ആ ശബ്ദം തിരിച്ചു വന്നപ്പോൾ ഇറ്റ്, അത്, അതായത് ആ പ്രതിധ്വനി, വാണ്ട് മീ, വാണ്ട് മുന്നറിയിപ്പ് നൽകി, മീ എനിക്ക്, ഓഫ് തിങ്സ്, വസ്തുക്കളെ കുറിച്ച് അഥവാ തടസ്സങ്ങളെ കുറിച്ച്, ഇൻ മൈ പാത്ത്, പാത്ത് വഴി, ഇൻ മൈ പാത്ത് എന്റെ വഴിയിൽ. എന്റെ ചൂളം വിളിയുടെ ശബ്ദം തിരികെ പ്രതിധ്വനിച്ചപ്പോൾ എന്റെ വഴിയിലുള്ള വസ്തുക്കളെ അഥവാ തടസ്സങ്ങളെ കുറിച്ച് ആ പ്രതിധ്വനി എനിക്ക് മുന്നറിയിപ്പ് നൽകി. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, എന്റെ ചൂളം വിളിക്കുന്ന ശബ്ദം തിരിച്ചു വന്നപ്പോൾ അതിലൂടെ വഴിയിലുള്ള വസ്തുക്കൾ അഥവാ തടസ്സങ്ങൾ എനിക്ക് മനസ്സിലായി. മൈ, എന്റെ സിസ്റ്റേഴ്സ്, സഹോദരികൾ, മെയ്ഡ്, ഉണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്? എ സ്ട്രോ ആൽഫാബറ്റ്. സ്ട്രോ എന്നാൽ വൈക്കോൽ, ആൽഫാബറ്റ് അക്ഷരമാല. എ സ്ട്രോ ആൽഫാബറ്റ്, വൈക്കോൽ കൊണ്ടുള്ള അക്ഷരമാല. ടു ഫീൽ ആൻഡ് റീഡ്. ഫീൽ എന്നാൽ ഇവിടെ അർത്ഥം സ്പർശിച്ച്, തൊട്ട് എന്നാണ് അർത്ഥം. ഫീൽ ആൻഡ് റീഡ്, തൊട്ട് വായിക്കാൻ, അതായത് കണ്ണില്ലാത്ത എനിക്ക് തൊട്ട് വായിക്കാൻ എന്റെ സഹോദരിമാർ വൈക്കോൽ അക്ഷരമാല എനിക്ക് ഉണ്ടാക്കി. പപ്പ, പപ്പ മീൻസ് ഫാദർ, മെയ്ഡ്, ഉണ്ടാക്കി, ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ, ഓഫ് ദി ആൽഫാബറ്റ്, അക്ഷരമാലയിലെ അക്ഷരങ്ങൾ, ഫോർ മീ, എനിക്ക്, വിത്ത്, കൊണ്ട്. എന്തുകൊണ്ടാണ്? ലെതർ സ്ട്രിപ്സ്, സ്ട്രിപ്സ് എന്നാൽ തുണ്ടുകൾ, ലെതറിന്റെ തുണ്ടുകൾ കൊണ്ട് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ എനിക്ക് പപ്പ ഉണ്ടാക്കി. ഓർ അല്ലെങ്കിൽ ബൈ പൗണ്ടിങ്, ബൈ പൗണ്ടിങ് എന്നാൽ അടിച്ചുകൊണ്ട്. എന്താണ് അടിച്ചത്? റൗണ്ട് ടോപ്പ്ഡ് നെയിൽസ്. റൗണ്ട് ടോപ്പ്ഡ് എന്നാൽ മുകളിൽ വൃത്താകൃതിയിലുള്ള, നെയിൽസ് ആണികൾ, ഇൻടു ബോർഡ്സ്, ബോർഡ്സ് എന്നാൽ പലകകൾ, പലകകളിൽ മുകളിൽ വൃത്താകൃതിയിലുള്ള ആണികൾ അടിച്ചുകൊണ്ട്, അതായത് അക്ഷരങ്ങളുടെ ആകൃതിയിൽ പലകകളിൽ ആണി അടിച്ചുകൊണ്ടും ലെതർ തുണ്ടുകൾ കൊണ്ട് അക്ഷരമാലയിലെ അക്ഷരങ്ങളും എന്റെ പപ്പ എനിക്ക് വേണ്ടി ഉണ്ടാക്കി. വിത്ത് മാമാം, ഇവിടെ മാമൻ എന്നല്ല ഉച്ചരിക്കേണ്ടത്, അതായത് മാമൻ, അങ്കിൾ എന്ന അർത്ഥവുമല്ല ഇവിടെ. മാമാം എന്നത് എ ഫ്രഞ്ച് വേർഡ് ഓഫ് മദർ, അമ്മ എന്നതിന്റെ ഫ്രഞ്ച് വാക്കാണ്. മമ്മി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പദമാണ് മാമാം. വിത്ത് മാമാം, അമ്മയുടെ കൂടെ. ഐ പ്ലേഡ്, ഞാൻ കളിച്ചു. എന്താ കളിച്ചത്? ഡൊമിനോസ്.
ഡൊമിനോസ് എന്നാൽ ഒരു തരം കളിയാണ്. നമുക്കൊന്ന് നോക്കാം. ഇത് ഡോട്ട്സുകളുള്ള ഡൊമിനോസ് ടൈൽ. ഡോട്ട്സുകൾ സ്പർശിച്ചുകൊണ്ടാണ് ഇത് കളിക്കാറുള്ളത്. മമ്മിയുടെ കൂടെ ഞാൻ ഡൊമിനോസ് കളിച്ചു. എങ്ങനെയാണ് കളിച്ചത് നോക്കൂ. കൗണ്ടിങ്, എണ്ണി, ദ ഡോട്ട്സ്, കുത്തുകൾ, വിത്ത് കൊണ്ട്. എന്തുകൊണ്ടാണ്? മൈ ഫിംഗർ ടിപ്സ്. ഫിംഗർ ടിപ്സ് എന്നാൽ വിരൽത്തുമ്പുകൾ. എന്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് കുത്തുകൾ എണ്ണി ഞാൻ ഡൊമിനോസ് മമ്മിയുടെ കൂടെ കളിച്ചു. അപ്പോൾ ഇവിടെ ബ്രദറും സിസ്റ്റേഴ്സും പപ്പയും മമ്മിയും എല്ലാം എന്നെ ഓരോ വിധത്തിലും സഹായിച്ചു. ഇനി ആരാണ് സഹായിക്കുന്നത് നോക്കൂ. ദ വില്ലേജ് പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്നാൽ പുരോഹിതൻ എന്നാണ് അർത്ഥം. ദ വില്ലേജ് പ്രീസ്റ്റ്, ഗ്രാമത്തിലുള്ള പുരോഹിതൻ, ടോട്ട് പഠിപ്പിച്ചു, മീ എന്നെ, ടു റിക്കഗ്നൈസ് തിരിച്ചറിയാൻ, ട്രീസ് മരങ്ങളെ, മരങ്ങളെ തിരിച്ചറിയാൻ ഗ്രാമപുരോഹിതൻ എന്നെ പഠിപ്പിച്ചു. എങ്ങനെ തിരിച്ചറിയാനാണ് പഠിപ്പിച്ചത്? ബൈ ടച്ച്. ബൈ ടച്ച് എന്നാൽ തൊട്ടറിഞ്ഞി. ബൈ ദർ ടച്ച്, അവയെ തൊട്ടറിഞ്ഞി. ഫ്ലവേഴ്സ്, പൂക്കൾ, ബൈ ദർ സെന്റ്. സെന്റ് മീൻസ് സ്മെല്ല്. ബൈ സെന്റ് മീൻസ് മണത്തറിഞ്ഞി. പൂക്കളെ മണത്തറിഞ്ഞും. ആൻഡ് ബേർഡ്സ്, പക്ഷികൾ, ബൈ ദർ സോങ്. ബൈ സോങ് എന്നാൽ പാട്ടിലൂടെ. ബൈ ദർ സോങ്, അവയുടെ പാട്ടിലൂടെ. മരങ്ങളെ തൊട്ടറിഞ്ഞും, പൂക്കളെ മണത്തറിഞ്ഞും, പക്ഷികളെ അവയുടെ പാട്ടിലൂടെയും തിരിച്ചറിയാൻ ഗ്രാമപുരോഹിതൻ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ ഗ്രാമപുരോഹിതനോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഡു യു ഹാവ്, നിങ്ങളുടെ കയ്യിലുണ്ടോ, ബുക്സ്, പുസ്തകങ്ങൾ, ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ, അന്ധരായ കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി, കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വായിക്കുന്നതിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു, ഹിം, അദ്ദേഹത്തോട്. ഞാൻ അദ്ദേഹത്തോട്, അതായത് പ്രീസ്റ്റിനോട് ചോദിച്ചു. അദ്ദേഹം എന്താണ് പറഞ്ഞത് നോക്കൂ. നോ, ഇല്ല, ലൂയിസ്. ലൂയിസ് ഇല്ല. ദ പ്രീസ്റ്റ്, പുരോഹിതൻ, റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ. നെക്സ്റ്റ്, വെൻ ഐ വാസ് ഓൾഡർ. വെൻ, അപ്പോൾ. ഐ വാസ് ഓൾഡർ. ഓൾഡർ എന്നാൽ വലുതായ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വെൻ ഐ വാസ് ഓൾഡർ, ഞാൻ കുറച്ചുകൂടി വലുതായപ്പോൾ. ഐ വെന്റ്, ഞാൻ പോയി. ടു സ്കൂൾ, സ്കൂളിലേക്ക് പോയി. വിത്ത്, കൂടെ. ആരുടെ കൂടെ? ദ അതർ, മറ്റുള്ള. വില്ലേജ് ചിൽഡ്രൻ, ഗ്രാമത്തിലുള്ള കുട്ടികൾ. മറ്റുള്ള ഗ്രാമത്തിലുള്ള കുട്ടികളുടെ കൂടെ ഞാൻ കുറച്ച് വലുതായപ്പോൾ സ്കൂളിൽ പോയി. ഓൾ ഡേ. ഓൾ ഡേ എന്നാൽ ദിവസം മുഴുവനും. ദേ, അവർ, ഗ്രാമത്തിലുള്ള കുട്ടികൾ. റോട്ട് ഡൗൺ. റോട്ട് ഡൗൺ എന്നാൽ കുറിച്ചെടുത്തു, അതായത് എഴുതിയെടുത്തു. എന്തൊക്കെയാണ് എഴുതിയെടുത്തത്? വേർഡ്സ്, വാക്കുകൾ, ആൻഡ് നമ്പേഴ്സ്, എണ്ണങ്ങൾ. വാക്കുകളും എണ്ണങ്ങളും അവർ എഴുതിയെടുത്തു. ഓർ അല്ലെങ്കിൽ റെഡ് എലൗഡ്. റെഡ് എലൗഡ് എന്നാൽ ഉച്ചത്തിൽ വായിച്ചു. ഫ്രം, എന്തിൽ നിന്നാണ്? പ്രിന്റഡ് പേജസ്. പ്രിന്റഡ് പേജസ് എന്നാൽ അച്ചടിച്ച പേജുകളിൽ നിന്നും, അതായത് പുസ്തകങ്ങളിൽ നിന്നും എന്നാണ് അർത്ഥം. അച്ചടിച്ച പേജുകളിൽ നിന്നും ഉറക്കെ, ഉച്ചത്തിൽ വായിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐ സാറ്റ്, ഞാൻ ഇരുന്നു. ഇൻ ദ ഫ്രണ്ട് റോ. റോ എന്നാൽ നിര. ഇൻ ദ ഫ്രണ്ട് റോ, മുൻനിരയിൽ ഞാൻ ഇരുന്നു. എങ്ങനെയാണ് ഇരുന്നോ നോക്കൂ. ലിസണിങ്, ശ്രദ്ധിച്ചുകൊണ്ടും. ആൻഡ് മെമ്മറൈസിങ്, മനപ്പാഠമാക്കിക്കൊണ്ടും. അപ്പോൾ കുട്ടികൾ ഉച്ചത്തിൽ വായിച്ചപ്പോൾ ഞാൻ മുൻനിരയിൽ അത് ശ്രദ്ധിച്ചുകൊണ്ടും മനപ്പാഠമാക്കിക്കൊണ്ടും ഇരുന്നു. ലൂയിസ് വില്ലേജ് പ്രീസ്റ്റിനോട് ചോദിച്ച ചോദ്യം ഇവിടെയും ആവർത്തിക്കുന്നു. നോക്കൂ. ഡു യു ഹാവ്, നിങ്ങളുടെ കയ്യിലുണ്ടോ, ബുക്സ്, പുസ്തകങ്ങൾ, ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ, അന്ധരായ
കുട്ടികൾക്ക്, കണ്ണു കാണാത്ത കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ? ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. മൈ ടീച്ചർ, എന്റെ ടീച്ചറോട് ചോദിച്ചു. അപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? നോ ലൂയിസ്, നോ ഇല്ല ലൂയിസ്. ദ ടീച്ചർ റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ. വില്ലേജ് പ്രിസ്റ്റിനോടും ഇതേ ചോദ്യം തന്നെ ലൂയിസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ധരായ വിദ്യാർത്ഥികൾക്ക് വായിക്കാനുള്ള പുസ്തകം വിരളമായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അന്ധരായ വിദ്യാർത്ഥികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ വളരെ കുറവായിരുന്നു എന്നാണ്. ബട്ട് എന്നാൽ ഐ ഡിഡിന്റ് വാണ്ട്, വാണ്ട് എന്നാൽ ആഗ്രഹിക്കുക. ഐ ഡിഡിന്റ് വാണ്ട്, ഞാൻ ആഗ്രഹിച്ചില്ല. പീപ്പിൾ, ആളുകൾ. ടു ഫീൽ സോറി, ഫീൽ സോറി എന്നാൽ ദയ തോന്നുക. ഫോർ മീ, എന്നോട്. ജനങ്ങൾക്ക് എന്നോട് ദയ തോന്നുന്നത് ഞാൻ ആഗ്രഹിച്ചില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഐ, ഞാൻ. ജസ്റ്റ് വാണ്ടഡ്, ജസ്റ്റ് എന്നാൽ മാത്രം. ഐ ജസ്റ്റ് വാണ്ടഡ് എന്നാൽ ഞാൻ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്താണ്? ടു റീഡ്, വായിക്കാനും, ആൻഡ് റൈറ്റ്, എഴുതാനും. വായിക്കാനും എഴുതാനും. ഓൺ മൈ ഓൺ, ഓൺ മൈ ഓൺ മീൻസ് സ്വന്തമായി. സ്വന്തമായി വായിക്കാനും എഴുതാനും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ? ലൈക്ക് പോലെ. എവരി വൺ എൽസ്, എവരി വൺ എൽസ് എന്നാൽ മറ്റെല്ലാവരും, മറ്റെല്ലാവരെയും പോലെ സ്വന്തമായി വായിക്കാനും എഴുതാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് വാസ് വെൻ, അപ്പോഴായിരുന്നു. എ നൈബർ, ഒരു അയൽക്കാരി. ഓഫ് മൈൻ, എന്റെ ഒരു അയൽക്കാരി. ആരാണ് അയൽക്കാരി? എ മാർക്കിസ്. മാർക്കിസ് എന്നാൽ ഫ്രാൻസിലെ ഉന്നത പദവിയിലുള്ള ഒരു സ്ത്രീ. എ മാർക്കിസ്, ഒരു മാർക്കിസ്. വിത്ത് ഇൻഫ്ലുവൻസ്, ഇൻഫ്ലുവൻസ് എന്നാൽ സ്വാധീനം. വിത്ത് ഇൻഫ്ലുവൻസ് എന്നാൽ സ്വാധീനമുള്ള ഒരു മാർക്കിസ്. ഗോട്ട് മീ അഡ്മിറ്റഡ്, ഗോട്ട് അഡ്മിറ്റഡ് എന്നാൽ പ്രവേശനം നേടിത്തന്നു. ഗോട്ട് മീ അഡ്മിറ്റഡ്, എനിക്ക് പ്രവേശനം നേടിത്തന്നു. എവിടെയാണ് നേടിത്തന്നത്? ടു ദി റോയൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ഇൻ പാരീസ്. പാരീസിലെ റോയൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ എനിക്ക് പ്രവേശനം നേടിത്തന്നു. ഐ വാസ് എക്സൈറ്റഡ്, എക്സൈറ്റഡ് എന്നാൽ ആവേശമുണ്ടായി. ഐ വാസ് എക്സൈറ്റഡ്, എനിക്ക് ആവേശമുണ്ടായി. ഐ വാസ് ടോൾഡ്, ഐ വാസ് ടോൾഡ് എന്നാൽ എന്നോട് പറഞ്ഞു. ദേർ, അവിടെ. വുഡ് ബി ബുക്സ്, വുഡ് ബി എന്നാൽ ഉണ്ടായിരിക്കും. ബുക്സ്, പുസ്തകങ്ങൾ. ഫോർ, വേണ്ടി. ആർക്ക് വേണ്ടി? ഫോർ ദി ബ്ലൈൻഡ്, അന്ധരായ കുട്ടികൾക്ക്. ഇൻ ദ സ്കൂൾ, സ്കൂളിൽ. ആ സ്കൂളിൽ അന്ധരായ കുട്ടികൾക്ക് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ബട്ട് എന്നാൽ മാമാം, മമ്മി. തോട്ട്, വിചാരിച്ചു. മമ്മി വിചാരിച്ചു. എന്താ വിചാരിച്ചത്? ഐ വാസ് ടു യങ് ടു ബി അവേ ഫ്രം ഹോം. ടു സ്ട്രക്ചർ നെഗറ്റീവിനെ കാണിക്കുന്നു. ഐ വാസ് ടു യങ്, യങ് ചെറുപ്പമായ. ഐ വാസ് ടു യങ്, ഞാൻ വളരെ ചെറുപ്പമാണ്. ടു ബി അവേ ഫ്രം ഹോം, വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ. ഞാൻ വീട്ടിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയാത്ത വിധം ചെറുപ്പമാണ്. അതായത് എനിക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രായം ആയിട്ടില്ല എന്നാണ് എന്റെ മമ്മി വിചാരിക്കുന്നത്. നോക്കൂ, ഐ വാസ് ഓൺലി 10 then, അപ്പോൾ എനിക്ക് 10 വയസ്സ് മാത്രമേ ആയിരുന്നുള്ളൂ. എന്റെ മമ്മി എന്നെ പാരീസിലെ സ്കൂളിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഐ ലവ്, ഞാൻ സ്നേഹിക്കുന്നു. യു, നിങ്ങളെ.
ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഐ ടോൾഡ് ഞാൻ പറഞ്ഞു. മാമാം ആൻഡ് പപ്പ മമ്മിയോടും പപ്പയോടും പറഞ്ഞു. ഞാൻ നിങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നു. ബട്ട് എന്നാൽ ഐ മസ്റ്റ് ഗോ എനിക്ക് നിർബന്ധമായും പോകണം. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് നിർബന്ധമായും പാരീസിലുള്ള ആ സ്കൂളിലേക്ക് പോകണം. അറ്റ് ദി സ്കൂൾ ആ സ്കൂളിൽ ഫോർ ദി ബ്ലൈൻഡ് അന്ധർക്ക് വേണ്ടിയുള്ള കണ്ണു കാണാത്തവർക്ക് വേണ്ടിയുള്ള ആ സ്കൂളിൽ എ ഗൈഡ് ഗൈഡ് എന്നാൽ വഴികാട്ടി, ലെഡ് നയിച്ചു കൊണ്ടുപോയി, മീ എന്നെ ടു ദി ലൈബ്രറി ലൈബ്രറിയിലേക്ക്. ആ സ്കൂളിൽ ഒരു ഗൈഡ് എന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. ഹി അദ്ദേഹം ടോട്ട് പഠിപ്പിച്ചു, മീ എന്നെ എന്താ പഠിപ്പിച്ചത്? ടു റീഡ് വായിക്കാൻ. എങ്ങനെയാ പഠിപ്പിച്ചത്? ബൈ ട്രേസിംഗ് മീൻസ് ബൈ ടച്ചിങ് തൊട്ടുകൊണ്ട്. ദ റേസ്ഡ് റേസ്ഡ് എന്നാൽ പൊന്തി നിൽക്കുന്ന, റേസ്ഡ് ലെറ്റേഴ്സ് എന്നാൽ പൊന്തി നിൽക്കുന്ന അക്ഷരങ്ങൾ. എവിടെ? ഓൺ എ ബോർഡ് ഒരു പലകയിൽ. വിത്ത് മൈ ഫിംഗേഴ്സ് എന്റെ കൈവിരലുകൾ കൊണ്ട്, എന്റെ കൈവിരലുകൾ കൊണ്ട് ഒരു പലകയിൽ പൊന്തി നിൽക്കുന്ന അക്ഷരങ്ങൾ തൊട്ടുകൊണ്ട് എന്നെ വായിക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. മൈ ഫിംഗേഴ്സ് എന്റെ വിരലുകൾ, ട്രേസ്ഡ് തൊട്ടു, ഈച്ച് ലെറ്റർ ഓരോ ലെറ്ററും, എന്റെ വിരലുകൾ ഓരോ അക്ഷരങ്ങളും തൊട്ടു. ജസ്റ്റ് ആസ് ഐ ഹാഡ് ഡൺ എന്നാൽ ഞാൻ ചെയ്തതുപോലെ, വിത്ത് ദി ലെറ്റേഴ്സ് അക്ഷരങ്ങളെ കൊണ്ട്, പപ്പ ഹാഡ് മെയ്ഡ് പപ്പ ഉണ്ടാക്കിയ, ഫോർ മീ എനിക്ക്, അറ്റ് ഹോം വീട്ടിൽ, പപ്പ എനിക്ക് വേണ്ടി വീട്ടിലുണ്ടാക്കിയ അക്ഷരങ്ങളെ കൊണ്ട് ഞാൻ ചെയ്തതുപോലെ ഓരോ അക്ഷരത്തിലും എന്റെ വിരലുകൾ തൊട്ടു. ബട്ട് എന്നാൽ ദ ബോർഡ് ആ പലക വാസ് ലോങ് വളരെ നീണ്ടതായിരുന്നു. ആൻഡ് കൂടാതെ ദ ലെറ്റേഴ്സ് വേർ അക്ഷരങ്ങളായിരുന്നു ടു ലാർജ് വളരെ വലുതും. ആ പലക വളരെ നീണ്ടതും അക്ഷരങ്ങൾ വളരെ വലുതുമായിരുന്നു. അതായത് പപ്പയുണ്ടാക്കിയ ബോർഡിനേക്കാളും അക്ഷരങ്ങളെക്കാളും വലുതായിരുന്നു ഇവ. ഐ ഹാഡ് ടു ടേൺ, ടേൺ എന്നാൽ മറിച്ചിടുക. ഐ ഹാഡ് ടു ടേൺ ഞാൻ മറിച്ചിടേണ്ടിയിരുന്നു. ദറ്റ് പേജ് ആ പേജ്, ഞാൻ ആ പേജ് മറിച്ചിടേണ്ടി വന്നു. ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെന്റൻസസ്, എ ഫ്യൂ സെന്റൻസസ് എന്നാൽ കുറച്ച് സെന്റൻസുകൾ, കുറച്ച് സെന്റൻസുകൾക്ക് ശേഷം എനിക്ക് പേജ് മറിച്ചിടേണ്ടി വന്നു. അതായത് കുറച്ച് സെന്റൻസുകൾ വായിച്ചതിനു ശേഷം എനിക്ക് പേജ് മറിച്ചിടേണ്ടി വന്നു. ദ വേർഡ്സ് ആ വാക്കുകൾ വേറായിരുന്നു. യേസ് ലാർജേസ്, യേസ് ലാർജേസ് എന്നാൽ അത്രയും വലുത്. മൈ ഹാൻഡ് എന്റെ കൈ, ആ വാക്കുകൾ എന്റെ കൈയിന്റെ അത്രയും വലുതായിരുന്നു. എ സെന്റൻസ് ഒരു സെന്റൻസ്, ടുക്ക് അപ്പ് എടുത്തു, ഹാഫ് എ പേജ്, ഹാഫ് എ പേജ് എന്നാൽ അര പേജ്, ഒരു സെന്റൻസിന് അര പേജ് എടുത്തിരുന്നു. ഐ ഞാൻ, സൈഡ്, സൈ എന്നാൽ നെടുവീർപ്പിടുക, ഐ സൈഡ് ഞാൻ നെടുവീർപ്പിട്ടു. ഇതെല്ലാം കണ്ട് ഞാൻ നെടുവീർപ്പിട്ടു. ഈവൻ ഈഫ് എന്നാലും, ഐ റെഡ് എ 100 ബുക്സ് ലൈക്ക് ദിസ്, ലൈക്ക് ദിസ് എന്നാൽ ഇതുപോലുള്ള, ഇതുപോലുള്ള ഒരു 100 പുസ്തകം ഞാൻ വായിച്ചാലും, ഹൗ മച്ച് കുഡ് ഐ ലേൺ, ഹൗ മച്ച് എത്രമാത്രം, കുഡ് ഐ ലേൺ എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. ഇതുപോലുള്ള 100 പുസ്തകങ്ങൾ ഞാൻ വായിച്ചാലും എത്രമാത്രം എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. അതായത് വലിയ അക്ഷരങ്ങളുള്ള
ഒരു സെന്റൻസിന് തന്നെ 1/2 പേജ് എടുക്കുന്ന 100 പുസ്തകങ്ങൾ വായിച്ചാലും എനിക്ക് കുറച്ച് മാത്രമേ പഠിക്കാൻ കഴിയുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ ലെസന്റെ ഫസ്റ്റ് പാർട്ടിന്റെയും തേർഡ് പാർട്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയാൽ പുതിയ ക്ലാസുകൾ ഉടനെ ലഭിക്കും. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ക്ലാസ് ഓവർ ഫോർ ടുഡേ. ബൈ ബൈ ഫ്രണ്ട്സ്. ഡോണ്ട് ഫോർഗെറ്റ് ടു കം ബാക്ക്.